ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു വരി മന്ത്രം തുടർച്ചയായിട്ട് ഒരു 21 ദിവസം ഉരുവിട്ടാൽ എങ്ങനെ ഉരുവിടണം, ഞാൻ പറയുന്ന രീതിയിൽ ഉരുവിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തികമായ പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഭഗവാൻ നാരായണൻ എന്നേക്കുമായി മാറ്റിത്തരും. അതൊരു പ്രത്യേക രീതിയിലാണ് ജപിക്കേണ്ടത്. ഒരു വരിയുള്ള മന്ത്രമാണ്. അത് എങ്ങനെയാണ് ജപിക്കേണ്ടത്, ആ രഹസ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായി എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളും എല്ലാ ദുരിതങ്ങളും എല്ലാ കഷ്ടപ്പാടുകളും ഭഗവാൻ മാറ്റിത്തരും. ഇത് വിശദമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്കിത് ഏറ്റവും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. അതും വളരെ കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അതുതന്നെ ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഞാൻ സമയമെടുത്ത വർക്ക് ചെയ്യുന്നു. 1 മണിക്കൂർ കൊണ്ടോ 2 മണിക്കൂറോ ഒന്നുമല്ല, ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വർക്കുകൾ ചെയ്യുന്നുള്ളൂ. പിന്നെ പെൻഡിങ് വർക്കുകൾ ചെയ്യാനുണ്ട്. അതുകൂടെ ചെയ്ത് തീർത്തിട്ട് പുതിയതായിട്ട് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, ഇതാണ് സാഹചര്യം. അപ്പോൾ വാട്സപ്പിൽ തന്നെ ഇപ്പോൾ ഞാൻ മെസ്സേജ് നോക്കിയിട്ട് കുറേ ദിവസമായി. ഇന്നും നോക്കാൻ പറ്റിയില്ല. ഇന്ന് തുടർച്ചയായിട്ട് 7 മണിക്കൂറാണ് ഞാൻ ഗ്രഹനില, ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം അതിൻ്റെ മുന്നിൽ തുടർച്ചയായിട്ടിരുന്നത്. പക്ഷെ നിങ്ങൾക്ക് എൻ്റെ മുഖം കാണുകയാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാവും. മുഖമൊക്കെ കഴുകുകയാണെങ്കിൽ പോലും ആ ക്ഷീണം തുടർച്ചയായിട്ട് 7 മണിക്കൂറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് എനിക്ക് വാട്സപ്പ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല. വാട്സപ്പിൽ മെസ്സേജ് ഇട്ടവരുണ്ട്, ചിലർ നോക്കാൻ വേണ്ടി പേയ്മെൻറ്റ് ചെയ്തവരുണ്ട്. അതൊക്കെ ഞാൻ ഫ്രീ ആകുമ്പോൾ എടുത്തോളാം. അതൊക്കെ സ്ഥിരം ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാം. പുതിയതായിട്ട് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഈ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഒരു വരി മന്ത്രം എങ്ങനെ പ്രയോഗിക്കണം, ആ ഒരു വരി മന്ത്രം എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. പക്ഷെ അതെങ്ങനെ പ്രയോഗിക്കണം എല്ലാം ഞാൻ പറഞ്ഞു തരാം. വിശദമായിട്ട് വീഡിയോ കാണുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. അപ്പോൾ മന്ത്രം ഇതാണ്: ഓം നമോ നാരായണായ. ഇതെങ്ങനെയാണ് ജപിക്കേണ്ടത്, ആ ജപിക്കേണ്ട രീതിയിലാണ് രഹസ്യം മുഴുവൻ കിടക്കുന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ഓം നമോ നാരായണായ, അത്രയേ ഉള്ളൂ. ഓം നമോ നാരായണായ നമ എന്നില്ല, ഓം നമോ നാരായണായ. ഈ മന്ത്രം നിങ്ങൾ തുടർച്ചയായിട്ട് 21 ദിവസം, ഇതിന് ശുദ്ധി അശുദ്ധി ഒന്നും ഇല്ല കേട്ടോ, ശുദ്ധി അശുദ്ധി ഒന്നുമില്ല. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളെ പ്രത്യേകിച്ച് നിങ്ങൾ ശുദ്ധി അശുദ്ധി ഒരു തരത്തിലും അത് ബാധിക്കുന്നതല്ല. നിങ്ങൾ മനസ്സിലായത് ജപിക്കേണ്ടത്. ഓം നമോ നാരായണായ എങ്ങനെ ജപിക്കണം? നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ ഈ ഓം നമോ നാരായണായ എന്ന് മനസ്സിൽ ജപിക്കുക. ഇത് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും ജപിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ വണ്ടി ഓടിക്കുമ്പോഴോ ഒന്നും ജപിക്കരുത്. ഞാൻ പറയുന്നത് സ്വസ്ഥമായിട്ട് എവിടെയെങ്കിലും ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം മനസ്സിൽ ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. ഇത് ഈ പറഞ്ഞ രീതിയിൽ ആവർത്തിക്കുക, എപ്പോഴും ചെയ്യുക. ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, എപ്പോഴും സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ എപ്പോഴും ഇത് ജപിച്ചുകൊണ്ടിരിക്കുക മനസ്സിൽ. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഇത് അടുപ്പിച്ച് ഒരു 21 ദിവസം ജപിക്കുക. സാധിക്കുമെങ്കിൽ ഒരു 3 മാസം ജപിക്കുക. 3 മാസം ജപിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും ഭഗവാൻ മാറ്റിത്തരും. എന്നേക്കുമായി നിങ്ങളുടെ ദുരിതങ്ങൾ എന്നേക്കുമായി മാറ്റിത്തരും. ശരിയായിട്ട് വിശ്വാസത്തോടെ ശരിയായി ചെയ്താൽ നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും ഭഗവാൻ മാറ്റിത്തരും. ഇതൊരു രഹസ്യവിദ്യയാണ്. ഓം നമോ നാരായണായ എന്ന മന്ത്രത്തിനകത്ത് ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഞാനത് നിങ്ങൾക്ക് പല വീഡിയോകളിലായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. സന്യാസിമാരൊക്കെ ജപിക്കുന്ന ചില രീതി ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആവശ്യമുള്ളൊരു പഴയകാല വീഡിയോകൾ പോയി കാണുക. അപ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിൽ ജപിക്കുക. മാനസിക ജപത്തിന് ശക്തി വളരെ കൂടുതലാണ്. അതെന്താ മാനസിക ജപത്തിന് ശക്തി വളരെ കൂടുതലാകുന്നത്? നിങ്ങൾ ചിന്തിക്കണം. ഞാനെന്നല്ല, ആര് പറഞ്ഞാലും പറയുന്നത് അപ്പടി എടുത്ത് വിഴുങ്ങരുത്. അതെന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. ഞാനങ്ങനെ ആര് പറഞ്ഞാലും എൻ്റെ ഗുരുനാഥന്മാർ, ഞാൻ ക്രിയായോഗം സ്വീകരിച്ചതാണ്. ഞാൻ നാദാ പരമ്പരയിൽപ്പെട്ട ആളാണ്. എൻ്റെ ഗുരുനാഥൻ ക്രിയായോഗ വിദ്യാമണ്ണം എനിക്ക് ദീക്ഷ നൽകിയപ്പോൾ ഗുരുനാഥൻ അനുഗ്രഹിച്ച് പറഞ്ഞതാണ്.
നാദാ പരമ്പരയുടെ ഭാഗമാണ്. ഞാൻ നാദാ പരമ്പരയുടെ ഭാഗമാണ്. ക്രിയായോഗ വിദ്യാമണ്ണം സ്വീകരിച്ചതാണ്. അപ്പം എൻ്റെ ഗുരുനാഥനോടായിട്ട് പോലും എനിക്ക് സംശയങ്ങൾ ചോദിക്കുമായിരുന്നു. അപ്പം നിങ്ങൾ ആര് പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകണമെങ്കിൽ അത് ശരിയായിട്ട് നിങ്ങൾക്ക് സംശയമുള്ള കാര്യം അത് സംശയ നിവൃത്തി വരണം. എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത മണ്ടത്തരങ്ങൾ ആവർത്തിച്ച് ചോദിക്കുക എന്നല്ല, കാര്യമുള്ള കാര്യം നിങ്ങൾ ഒരാളോടല്ലേ വേറൊരാളോട് അല്ലെങ്കിൽ നിങ്ങൾ മറ്റെവിടെന്നെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തണം. ഇപ്പം എനിക്കറിയാവുന്ന കാര്യം ലളിതമായി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓം നമോ നാരായണായ മാനസികമായിട്ട് ജപിക്കണം, മനസ്സ് ജപിക്കണം എന്നത് പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അപ്പം ചിലർ വിചാരിക്കും മാനസിക ജപത്തിന് ശക്തി കൂടുതലാണ്, അതുകൊണ്ടാണ്. ചിലർ പറയും അതങ്ങനെ ജപിച്ചാലായിരിക്കും ഫലം ലഭിക്കുന്നത്. ഇതൊന്നുമല്ല കാര്യം. നമ്മൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ചെയ്യുന്നത് മാനസികമായ ജപങ്ങളാണ്. മനസ്സിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തകൾ ജപങ്ങൾ തന്നെയാണ്. ആ മാനസികമായിട്ട് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം. അതുകൊണ്ടാണ് പല കാര്യങ്ങളിൽ നമുക്ക് സംശയമുണ്ടാകുന്നു, പല കാര്യങ്ങളുടെ പുറകെ പോകുന്നു. വെറുതെ ഇരുന്നാലും നമ്മുടെ മനസ്സിൽ 100 കൂട്ടം ചിന്തകളായിരിക്കും. മാനസികമായിട്ട് തന്നെയാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. അതായത് മാനസികമായ ജപം തന്നെയാണ്. അപ്പോൾ ഓം നമോ നാരായണായ മാനസികമായിട്ട് ജപിക്കുമ്പോൾ നമ്മുടെ പൂർണ്ണ ശ്രദ്ധ, പൂർണ്ണ ബോധം, പൂർണ്ണ മനസ്സ് ഒരൊറ്റ ചിന്തയിലേക്ക് വരും. ഒരൊറ്റ മനസ്സാകും. ആ മനസ്സ് പ്രപഞ്ചബോധവുമായി കണക്റ്റാകും. മനസ്സിന് ഏകാത്മകതാ രൂപം കൈവന്നു കഴിഞ്ഞാൽ ഒരു ഏക സ്വഭാവം കൈവന്നു കഴിഞ്ഞാൽ ആ ബോധം ആ പ്രപഞ്ചബോധമായിട്ട് കണക്റ്റാകുന്നു. മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിന് ഒരു ഏകഭാവം കൈവരുമ്പോഴാണ് പ്രപഞ്ചബോധവുമായി കണക്റ്റാകുന്നത്. അതായത് ഓം നമോ നാരായണായ എന്ന ഒരു വരിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ബോധം വന്നു കഴിയുമ്പോൾ മനസ്സിനൊരു ഏക സ്വഭാവം കൈവരും. ആ സ്വഭാവം എന്താണ്? നാരായണൻ എന്നുള്ള ചിന്തയാണ്, നാരായണൻ്റെ ഗുണങ്ങളാണ്, നാരായണനാണ് ആ സ്വഭാവം. അപ്പോൾ അത് പ്രപഞ്ചബോധവുമായി കണക്റ്റാകും. 100 കൂട്ടം കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പം ഒന്നും ഫലവത്താകത്തില്ല. അതുകൊണ്ട് ഒരു ജപം നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ, വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ ഓം നമോ നാരായണായ ആവർത്തിക്കുക, മാനസിക ജപമായിട്ട് ചെയ്യുക എന്ന് കരുതി നിങ്ങൾ രാവിലെ ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചെയ്യാം, വൈകിട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലാം. അതിനൊന്നും ഒരു മുടക്കവും ഇല്ല. നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു ദിവസം നമ്മൾ പല സമയങ്ങളും ഫ്രീ ആയിട്ടിരിക്കും, സ്വസ്ഥമായിട്ട്. ആ സമയത്ത് നമ്മൾ ഓം നമോ നാരായണായ മനസ്സ് ജപിക്കുക, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പം അങ്ങനെ ജപിച്ച് ഒരു ദിവസം ജപിച്ചാൽ ഫലം ഉണ്ടാകുമോ? 2 ദിവസം ജപിച്ചാൽ ഫലം ഉണ്ടാകുമോ? ഉണ്ടാകും. ചിലർക്ക് ചിലപ്പം കൂടുതൽ ജപിക്കണം. ഒരു 21 ദിവസം, ഒരു 90 ദിവസം ജപിക്കുമ്പോൾ തൊട്ട് അത് കൂടുതൽ നിങ്ങളുടെ മനസ്സിലെ ആ ബോധം വളർന്നു വരും. നാരായണൻ എന്ന ബോധം വളർന്നു വരും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ആ ബോധമാണ് നമ്മളെ ആ പ്രപഞ്ചബോധവുമായി കണക്റ്റായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നത്. ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിഞ്ഞു പോകും. ഒരു ചിന്ത തന്നെ എപ്പോഴും വന്നു കഴിയുമ്പോൾ മറ്റു ചിന്തകൾക്ക് സ്ഥാനമില്ല. അങ്ങനെയാണ് ആവശ്യമില്ലാത്ത ചിന്തകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും. ആ ചിന്തകൾ മനസ്സിൽ നിന്ന് പോകാൻ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഒരു മന്ത്രം ഇതുപോലെ തുടർച്ചയായിട്ട് ജപിച്ചാൽ മതി. അപ്പോൾ എന്തുണ്ടാകും? ഭയം മാറും, മനസ്സിന് ഏകഭാവം ഉണ്ടാകും. ഏത് ദേവതയാണോ വിളിക്കുന്നത്, ഇപ്പം നാരായണനെ ആണെങ്കിൽ ആ നാരായണൻ്റെ ഗുണങ്ങൾ ശ്രദ്ധിച്ചോണം. ആ നാരായണൻ്റെ ഗുണങ്ങൾ ആരിലുണ്ടായി വരും? നിങ്ങളിലുണ്ടായി വരും. പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? ഒരു ദേവതയിലേക്ക് ആ എനർജി, ആ ചിന്ത എന്ന് പറഞ്ഞാൽ എനർജിയാണ്. മാനസിക ജപം എന്ന് പറഞ്ഞാൽ അത് ആ മാനസികമായ ചിന്തയാണ്. ആ എനർജിയിലേക്ക് നാരായണൻ്റെ ഗുണങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ ഉള്ളിൽ. കാരണം എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ, ഇതാണ് ഈ പ്രപഞ്ചം മുഴുവൻ. എല്ലാ വസ്തുക്കളുടെ ഉള്ളിലും എനർജിയാണ്. അത് ഫ്രീക്വൻസി ചെയ്യുന്നുണ്ട്, അതിന് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്, അതിന് ഫ്രീക്വൻസി ഉണ്ട്, അതിന് വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം ചിന്തയാകുന്ന ഊർജം, മാനസിക ജപം എന്ന് പറഞ്ഞാൽ അത് മാനസികമായ ചിന്തകൾ തന്നെയാണ്. ആ ഊർജം നാരായണ മന്ത്രം ജപിക്കുമ്പോൾ ആ നാരായണ ബോധം, ഭഗവാൻ എന്നുള്ള ബോധം ഉണ്ടാകുകയും ഭഗവാന്റെ ഗുണങ്ങൾ, ശക്തികൾ, ശ്രദ്ധിച്ചോണം, ഭഗവാന്റെ ഗുണങ്ങളും ശക്തികളും നിങ്ങളിലേക്ക് വരും.
അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ നോക്കാനാണ്? പിന്നെ നിങ്ങൾ എന്ത് പേടിക്കാനാണ്? നിങ്ങൾ പിന്നെ എന്ത് പേടി? നിങ്ങൾ പിന്നെ ഒരു ദോഷങ്ങളെയും പേടിക്കണ്ട. നിങ്ങളെ ഒരു ദോഷങ്ങളും ബാധിക്കത്തില്ല. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? നാരായണൻ്റെ അനുഗ്രഹം, നാരായണ ബലം, അല്ലെ നാരായണൻ്റെ അനുഗ്രഹം, അല്ലെ നാരായണൻ്റെ ഗുണങ്ങൾ ഇതൊരു വ്യക്തിയിലേക്ക് അല്ലെ നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് പ്രതിസന്ധികളെ അതിജീവിക്കാം, എത്ര ദുരിതങ്ങളിൽ നമ്മൾ കരകയറും. പിതൃപ്രീതി നിമിഷ നേരം കൊണ്ടുണ്ടാകും. പിതൃപ്രീതി എന്ന് പറഞ്ഞാൽ വലിയൊരു ഘടകമാണ് കേട്ടോ. അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയും അമ്മയും ശരിയായിട്ടൊന്ന് പരിപാലിച്ച് നോക്കിക്കേ. അവർക്ക് വേണ്ട സ്നേഹം കൊടുത്ത് നോക്കിക്കേ. നിങ്ങൾക്ക് ഈശ്വരനെ അറിയാൻ പറ്റും. നിങ്ങളെ അതുപോലെ ആരെങ്കിലും സംരക്ഷിക്കും. മക്കൾ സംരക്ഷിച്ചില്ലെങ്കിലും ആരെങ്കിലും സംരക്ഷിക്കും, അല്ലെങ്കിൽ മക്കൾ സംരക്ഷിക്കും. നിങ്ങൾക്കെല്ലാം ഈശ്വരൻ തരും. അച്ഛനെയും അമ്മയും സ്നേഹത്തോടെ നിങ്ങൾ പരിപാലിച്ച് നോക്കിക്കേ. അപ്പം മനസ്സിലാകും ആ അച്ഛൻ്റെയും അമ്മയുടെയും ഗുണം. മാത്രമല്ല, അച്ഛനെയും അമ്മയും പരിപാലിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ ആ പിതൃക്കളുടെ കൂടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും. കാരണം നമ്മളൊരു പരമ്പരയുടെ ഭാഗമാണ്. അപ്പോൾ അച്ഛനും അമ്മയും നമ്മുടെ കണ്ട ദൈവങ്ങളാണ്. അവർക്ക് നമ്മൾ ബഹുമാനം, സ്നേഹം, ആദരവ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പിതൃക്കളും നമ്മളിൽ പ്രസാദിക്കും. പിന്നെ നാരായണ മന്ത്രം ജപിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ DNA-യിൽ ആ ഈശ്വരബോധം ഉണ്ടാകുമ്പോൾ ആ DNA-യുമായി കണക്റ്റായ നമ്മുടെ കുടുംബത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ സൂക്ഷ്മരൂപത്തിലുള്ള ആ ചൈതന്യങ്ങളിലും നമ്മുടെ സ്മരണ ഉണ്ടാകുമ്പോൾ ശുദ്ധീകരണവും ഉണർവും ഒക്കെ ഉണ്ടാകും. ഈശ്വര സാക്ഷാത്കാരവും ഉണ്ടാകും. ഓം നമോ നാരായണായ ഏറ്റവും രഹസ്യമുള്ള ജീവിതം മാറ്റുന്ന ഒരു കാര്യമാണ്. ഞാനിത് പറയുന്നത് എന്നാണ്? ഇന്ന് പൂന്താന ദിനമാണ്. പൂന്താനം, ഭഗവാന്റെ പരമഭക്തനായ പൂന്താനത്തിൻ്റെ ദിനമായ ഈ ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് ഈ രഹസ്യം പറഞ്ഞു തരുന്നത്. ഇതെൻ്റെ കഴിവോ എൻ്റെ വൈഭവമോ എൻ്റെ അറിവോ ഒന്നുമല്ല, മുൻകൂട്ടി നിശ്ചയിച്ചതുമല്ല പറയണമെന്ന്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ കാര്യം കടന്നു വന്നു. ഞാൻ ഓരോ ശാസ്ത്രത്തിലും ശിവൻ്റെ ചില വിദ്യകൾ ചെയ്യുന്ന ആളാണ്. ക്രിയായോഗ സ്വീകരിച്ചതാണ്. നാദാ പരമ്പരയുടെ ഭാഗമാണ്. അപ്പം എൻ്റെ മനസ്സിലേക്ക് ഭഗവാൻ കടന്നു വന്ന കാര്യങ്ങളാണ് ഈ നാരായണ മന്ത്രത്തിൻ്റെ ഓം ചേർത്ത് ജപിക്കണം കേട്ടോ. ഓം ഓൾറെഡി ഉണ്ട് നാരായണ മന്ത്രത്തിനകത്ത്. ഓം നമോ നാരായണായ. ഈ രഹസ്യം ഈ രീതി നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നൊരു ചിന്ത എന്നിലേക്ക് കടന്നു വന്നു. അല്ലാതെ ഇതൊന്നും മുൻകൂട്ടി പറഞ്ഞതോ ഒന്നുമല്ല. അപ്പോൾ അത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് പൂന്താന ദിനമാണല്ലോ എന്ന് ചിന്തിച്ചത് പോലും. അതുവരെ ആ ചിന്ത പോലും എൻ്റെ മനസ്സിലില്ലായിരുന്നു. സത്യമായിട്ടാണ് പറഞ്ഞത്. ഇത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത്, ഇന്ന് പൂന്താന ദിനമാണല്ലോ. അപ്പം അതുകൂടെ ഒന്ന് സൂചിപ്പിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെല്ലാം ആരുടെ വൈഭവമാണ്? നിങ്ങളൊരു നല്ല കാര്യം അറിയുന്നു. നിങ്ങളുടെ വൈഭവമാണോ? അല്ല. എൻ്റെ വൈഭവമാണോ? അല്ല. ഈശ്വരൻ്റെ വൈഭവമാണ്. നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കുക, എല്ലാം ഈശ്വരൻ്റെയാണ് എന്ന് ചിന്തിച്ചു നോക്കുക. ഒരു ദിവസം അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് അപാരമായ ഉള്ളിലൊരു ഈശ്വരീയമായ ഒരു ശക്തി ഉണ്ടായി വരും. എല്ലാം ഈശ്വരൻ്റെയാണെന്ന് ചിന്തിക്കുക. എല്ലാം എൻ്റേതാണെന്ന് ചിന്തിക്കുന്നതാണ് ഏറ്റവും വലിയ ദുഃഖവും ദുരിതവും ജീവിതത്തിൽ നാശവും ഉണ്ടാകും. ഇതെല്ലാം ഈശ്വരൻ്റെയാണെന്ന് ചിന്തിച്ച് പെരുമാറുക. ഒരു ദിവസമെങ്കിലും അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാം ഈശ്വരൻ്റെയാണെന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചൊന്ന് പ്രവർത്തിച്ച് നോക്കുക. ആ ഈശ്വരൻ്റെ ശക്തി നമ്മളിലേക്ക് വരും. ഈശ്വരൻ്റെ ശക്തി എന്ന് വെച്ചാൽ എന്നാ? നന്മ, ഐശ്വര്യം, ധൈര്യം, പ്രപഞ്ചത്തോടുള്ള കരുണ, സ്നേഹം, ഇതൊക്കെ ഈശ്വരൻ്റെ ശക്തികൾ. അത് നമ്മളിലേക്ക് വരും. പിന്നെ ഈശ്വരൻ നമുക്കൊരു ചോദ്യമല്ല, ഉത്തരമാണ്. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ചോദ്യമല്ല, പിന്നെ ഒരു ഉത്തരമാണ് ഈശ്വരൻ. അല്ലാത്തവർക്ക് എപ്പോഴും ചോദ്യമാണ് ഈശ്വരൻ. ഈ ഋഷീശ്വരന്മാരും മഹർഷീശ്വരന്മാരും അവർ ഈശ്വരനെ അനുഭവിക്കുന്നവരാണ്. അവർക്കാരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അവരാരോടും പറഞ്ഞു നടക്കുക, ആരെയും അടിച്ചേൽപ്പിക്കുക ഒന്നും ചെയ്യാറില്ല. എന്തുകൊണ്ടാണെന്നറിയോ? അവരതിലാണ്. ശരിക്കും അനുഭവിക്കുന്നവർ അതിനെക്കുറിച്ച് പറയണമെന്നില്ല. അവരത് ലയിച്ചിരിക്കുക. കാരണം അവരത് അനുഭവിക്കുക. വേറൊരാൾ അതിനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതല്ല, വേറൊരാൾ അതിനെ ശരിയാണെന്ന് പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഒരാൾ സ്വയം അനുഭവിക്കുന്ന ആ ബോധമാണ്, സത്യമായ ബോധമാണ്, ആ ഈശ്വരബോധമാണ്,
അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ നയിക്കുന്ന അനുഭവം. എല്ലാവർക്കും ഭഗവാന്റെ അനുഭവം ഉണ്ടാകട്ടെ. ഒരുപാട് ഇന്ന് നല്ല ക്ഷീണമുണ്ട് എനിക്ക്. എങ്കിലും പൂന്താന ദിനവുമാണ്, ഭഗവാന്റെ കാര്യം പറയാനും പറ്റി. വലിയ കാര്യമായിട്ട് കാണുന്നു. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. തിരുമൂലരുടെ ഒരു 2 മന്ത്രം ചൊല്ലിയിട്ട് നിർത്തിയേക്കാം. ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ என்றடா തീവിണை മാലും, ശിവശിവ என்றடா തേവരുമാവർ, ശിവശിവ എന്നാ ശിവഗതി താനെ. ഓം ശിവായ നമ യനവ ശിമാ മവയന ശിയന മവ വശിമയന ഓം. അത്രയേ ഉള്ളൂ. ഇതൊക്കെ കേൾക്കുന്നതിന് ഒരു സുഹൃതമാണ്. ഇത് കേൾക്കുന്നതിന് ഒരു ഭാഗ്യമാണ്. നിങ്ങളും ഭാഗ്യം ചെയ്തവരാണ്. ഈ കാണുന്നവരും കേൾക്കുന്നവരും എല്ലാം ഈശ്വരൻ്റെ, ആ പരമേശ്വരൻ്റെ അനുഗ്രഹം തന്നെ. ഭഗവാനെ ശിവപാദങ്ങൾ പ്രണമിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓം നമ ശിവായ, നമ ശിവായ, ശിവായ നമ, ശിവ നമ ശിവായ, ശിവ ശിവ നമ ശിവായ, മം ശിവ ഓം നമ. ഇതെല്ലാം ഭഗവാന്റെ ഓരോ മന്ത്രങ്ങളാണ്. ഓം ശിം ശിവായ നമ, ശിം നമ ശിവായ, റീം ശിവായ നമ. ഇതെല്ലാം ഭഗവാന്റെ ശ്രേഷ്ഠമായ മന്ത്രങ്ങളാണ്. ശിവശിവ ശിവോഹം, ശിവോഹം നമ ശിവായ. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ നമശിവായക്കകത്ത് തന്നെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. നമ്മൾ അറിഞ്ഞതിനും അപ്പുറമാണ് പല കാര്യങ്ങളും. നമ്മൾ എത്രയോ കാര്യങ്ങളായി ഭഗവാന്റെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അറിവല്ല അനുഭവമാണ് ശിവൻ. ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. അറിവല്ല അനുഭവമാണ് ശിവൻ. അതിന് നിങ്ങളുടെ ഹൃദയശുദ്ധി മാത്രം മതി. ഓം നമോ നാരായണായ. ശിവോഹം ശിവോഹം ശിവോഹം. ഓം കൃഷ്ണായ നമ. ശിവോഹം.